ഹലോ, ഡെനീസ ക്രേഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് ഇവളെങ്ങാനും ഒളിച്ചോടാൻ പോവാണോ എന്നാണല്ലേ? പക്ഷെ അല്ല കേട്ടോ, ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ്. ഒരുപാട് നാളെന്നല്ല എങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. സമാധാനമായിട്ട് കിടന്നുറങ്ങി അവിടെ എത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വാള് വെച്ചതിൻ്റെ സങ്കടത്തിൽ എനിക്ക് മുട്ടായൊക്കെ വാങ്ങി തന്നു. അതൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ പോയത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പള്ളിയിലേക്കാണ് കേട്ടോ. പക്ഷെ അത് ഞാൻ വിചാരിച്ചില്ല അവിടെ പോകുന്നു. കാരണം ഞാൻ ഉറങ്ങി കിടക്കുമായിരുന്നു. അവിടെ പോയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. സാറിനെ ഒന്ന് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ആ പള്ളിയിൽ കയറി. പിന്നെ ആ പള്ളിയുടെ കുറേ കാര്യങ്ങൾ സഹ പറഞ്ഞു തന്നെ കേട്ടോ. ആ കഥയൊക്കെ കേട്ടു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഗീവർഗീസ് പുണ്യാളൻ്റെ ഒരു തിരുശേഷിപ്പുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ ആ പള്ളിയൊക്കെ ചുറ്റി നടന്ന് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിറങ്ങി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പിക്ക് ചെയ്യാനാണ് കേട്ടോ. പുള്ളി അച്ചമ്പട്ടത്തിന് പഠിക്കുവാണ്. കോട്ടയത്തിലെ സെമിനാരി ജീവിതമൊക്കെ കഴിഞ്ഞ് പുള്ളി ഇന്ന് ഇറങ്ങുവാണ്. അതിൻ്റെ സങ്കടത്തിൽ ഒക്കെ പുള്ളി ഇരിപ്പുണ്ട്. ഞങ്ങൾ ആ സെമിനാരിയൊക്കെ പോയി ചുറ്റി കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതിശയപ്പെട്ടു പോയി കേട്ടോ. ഞാൻ വിചാരിക്കാറുണ്ട് ഇതിനകത്ത് ഇവരെങ്ങനെയായി കഴിയുന്നതെന്നൊക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമായിരുന്നു. ശരിക്കും അവിടെ കുറേ നേരം ഇരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സമയത്തിൻ്റെ പരിമിതി കാരണം ഞങ്ങൾ അവിടെ ചുറ്റിയൊക്കെ കണ്ടു. എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. അത് കഴിഞ്ഞ് പോയതൊരു പള്ളിയിലേക്കാണ് കേട്ടോ. ആ പള്ളിയിലും കുറേ കഥകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് സഹു പറഞ്ഞു തന്നു. പിന്നെ അവിടെ ചുറ്റി നടന്ന് കണ്ടു. പിന്നെ ആദ്യമായിട്ടൊരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടക്കും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ പള്ളിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നേരെ പോയത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പള്ളിയിലേക്കാണ് കേട്ടോ. വേറെ ഒരിടത്തേക്കുമല്ല, അൽഫോൺസാമ്മയുടെ പള്ളിയിലേക്കാണ്. കുഞ്ഞിലെ മുതൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആളാണ് കേട്ടോ അൽഫോൺസാമ്മ. കുഞ്ഞിലെ കുറേ സീരിയൽ കണ്ടിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. സഹനത്തിൻ്റെ മധ്യസ്ഥ എന്നാണ് കേട്ടോ അൽഫോൺസാമ്മയെ പറയുന്നത്. അതുകൊണ്ടാണോ എനിക്കറിയില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈശോയോട് എനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ടായിരുന്നു. കാരണം ഞാനിന്ന് എഴുന്നേറ്റ് നടക്കുമെന്നോ ഇവിടെ ഞാൻ വരുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാപ്പ എടുക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയി കാപ്പയുടെ കളറൊക്കെ സെലക്ട് ചെയ്തു, തയ്ക്കാനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മയും പത്തേക്ക് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ പോയി ചായ കുടിച്ചു, പിന്നെ കിടന്നുറങ്ങി. അപ്പം നാളെ ഞായറാഴ്ച കൊണ്ട് പള്ളിയിൽ പോകണം. ബൈ ബൈ.